ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കോട്ടോ. നമുക്കൊരു കർക്കിടകക്കഞ്ഞി വെച്ചാൽ, കർക്കിടക മാസമല്ലേ, കർക്കിടകക്കഞ്ഞി പല സൈസുണ്ട് കേട്ടോ. പച്ചമരുന്ന് കൊണ്ടുള്ളതുണ്ട്, പിന്നെ ആശാളി ഉലുവാക്കഞ്ഞിയുണ്ട്, ജീരകക്കഞ്ഞിയുണ്ട്. പഴയ അമ്മമാർ നമുക്ക് ചെറുപ്പം മുതലേ തന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കർക്കിടകക്കഞ്ഞി. അപ്പം അതിൻ്റെ വേണ്ട സാധനങ്ങൾ ഇത് ഞാൻ എന്താ പറയുക, ഇത് ഉണക്കലരി, നുറുക്കലരിയാണ്. ശരിക്കും ഉണക്കനെല്ല് കുത്തി വരുന്നതാണ്. അത് നുറുക്കായിട്ട് വരുന്നതാണ്. ഇത് ഞാൻ എറണാകുളത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അതുപോലെ അതിൻ്റെ തന്നെ പച്ചമരുന്ന് പണ്ടൊക്കെ പറമ്പിൽ നിന്ന് പറിച്ചാണ് അമ്മമാർ വെച്ച് തരാറ്. ഇപ്പം എനിക്കൊന്നും അതിൻ്റെ ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാം വാങ്ങാൻ കിട്ടും മരുന്ന് കടയിൽ. ഇത് 16 തരം പച്ചമരുന്ന് പൊടിച്ചു വരുന്നതാണ്. കർക്കിടകക്കഞ്ഞി മരുന്ന് ചൂർണം, ഒരു ആയുർവേദ ഡോക്ടറുടെ ഉൽപ്പന്നം, എളമക്കര കലൂര് കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബോഡിക്കും നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള ഒരു ആയുർവേദ പൗഡറാണ്. അപ്പം നമ്മളിത് പച്ചമരുന്ന് പറിക്കാനോ പിഴിയാനോ അത് ഇടിച്ച് മിക്സിയിലിട്ട് പിഴിഞ്ഞ് എടുക്കാനോ ഒന്നും വേണ്ട. അപ്പം ഇതാകുമ്പോൾ ഈ പൊടി അങ്ങ് ഇട്ടാൽ മതി. അപ്പം ആദ്യമേ തന്നെ ഈ പൊടിയരി നുറുക്കരി കഴുകി വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവിച്ചതാണിത്. ഈ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പച്ചമരുന്നിൻ്റെ പൗഡർ കുറച്ചങ്ങ് ഇടണം, നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ മറ്റേതാകുമ്പോൾ ഇങ്ങനെ ഇടിച്ച് പിരിഞ്ഞ് മിക്സിയിൽ, പണ്ടുള്ളവരൊക്കെ ഉരുളയിലിട്ട് പിടിക്കും. ഇപ്പം അതങ്ങനെയല്ല, മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ അങ്ങ് ഇട്ടാൽ മതി. ഈ പൗഡർ ഇട്ടങ്ങ് കൊടുത്താൽ മതി കേട്ടോ. പൊടിയാണ്, ആയുർവേദം. ഒരുപാട് പച്ചമരുന്നുകളുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ 16 തരം പച്ചമരുന്നുകളാണ്. ഭയങ്കര ആയുർവേദ ഡോക്ടറിൻ്റെയാണ്. അപ്പോൾ ഇതിട്ട് നമ്മൾ ഇളക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉപ്പിടാണ്ടാണ് ഈ കഞ്ഞി, ഉപ്പിടണമെങ്കിൽ ഇന്തുപ്പാണ് സാധാരണ ഇതിലിടാറ്. എനിക്ക് ഉന്തുപ്പ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ സാധാ ഉപ്പ് ഒരിത്തിരി ഇട്ടു, ഉപ്പിടാതെ കുടിക്കണം എന്നാണ് പറയുന്നത് മരുന്ന് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ജീരകം ഇടണം, വെളുത്തുള്ളിയും കൂടെ തേങ്ങയിൽ അടിച്ച്, തേങ്ങാപ്പാലും ഉണ്ടാക്കാം, തേങ്ങ അടിച്ചുകൂടാ കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ അടിച്ചാണ് എടുത്തേക്കണത്. തേങ്ങയും ജീരകം എന്താ പറയണ വെളുത്തുള്ളിയും കൂടെ അടിച്ചിട്ട് എടുക്കിയത്. അപ്പം തേങ്ങാപ്പാലും ഇതുണ്ടാക്കാം കേട്ടോ. പാലുണ്ടാക്കിയാലും ശരിക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞൊക്കെയാണ് എടുക്കണത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി തേങ്ങയും ജീരകവും എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ അടിച്ചിട്ട് അരച്ചങ്ങിട്ട് വരും. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടാൽ മതി. ഇതാണ് കർക്കിടകക്കഞ്ഞി കേട്ടോ. വേറെ പണിയൊന്നുമില്ല. ഇത് നമ്മൾ 3 ദിവസം കഴിക്കണം. ഇത് 3 ദിവസമാണ് ഇതിൻ്റെ കോഴ്സ് കേട്ടോ. 3 ദിവസം ഉണ്ടാക്കി കഴിക്കണം. 3 ദിവസമാണ് ഇത്. ഇത് കഴിയുമ്പോൾ നമ്മൾ ആശാളി ഉലുവയുടെ കഞ്ഞിയാണ്. അത് ഇതിൻ്റെ കോഴ്സ് വരുമ്പോൾ അടുത്ത ആശാളി ഉലുവാക്കഞ്ഞി. ഇതാണ് അതിൻ്റെ കളർ കണ്ടോ, പച്ചമരുന്നിൻ്റെ നിറം കണ്ടോ. അപ്പം ഇതാണ് സംഭവിച്ചേ ഉള്ളൂ കേട്ടോ പരിപാടി. നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഞ്ഞി എടുക്കുക. ഇതിന് നമ്മൾ മീൻകറി ഒന്നും കഴിക്കരുത് കേട്ടോ, വെജിറ്റബിൾ മാത്രം കഴിക്കണം. ഇതിന് കറി വേണമെന്നില്ല, വെറുതെ ഇങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായി കഞ്ഞിക്ക്, കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ കൂടിയോ നോക്കട്ടെ. എല്ലാം കറക്റ്റാണ്. അപ്പം ഇതാണ് കേട്ടോ കർക്കിടകക്കഞ്ഞി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു വർഷം അസുഖം ഉണ്ടാവില്ല. ഞാൻ അന്ന് കർക്കിടക ലഡുവൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നില്ലേ, എള്ളു കൊണ്ടൊക്കെ. അതുപോലെ തന്നെ കർക്കിടകക്കഞ്ഞി 2-3 സൈസ് ഉണ്ട്. അതിലൊരു ഐറ്റമാണ് ഇത്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഇനി ഇത് കഴിയുമ്പോൾ ആശാളി ഉലുവയുടെ കഞ്ഞിയൊക്കെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.